ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ മീഡിയ ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കൂളിംഗ് പാഡ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ ലാപ്ടോപ്പിനൊക്കെ ഹീറ്റ് കൂടുമ്പോൾ, പ്രത്യേകിച്ച് എഡിറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഹീറ്റ് ആകുമ്പോൾ ലാപ്ടോപ്പിന് ലൈഫ് കൂടുതൽ കിട്ടാനും പെട്ടെന്ന് ഹീറ്റായി ഷട്ട് ഡൗൺ ആവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കൂളിംഗ് പാഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂളിംഗ് പാഡ് മെറ്റീരിയൽസ് എല്ലാം സ്ക്രാപ്പ് വേസ്റ്റ് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് ഒരു പ്രിന്ററിന്റെ സ്കാൻ ചെയ്യുന്നതിന്റെ ടോപ്പാണ് അത് എടുക്കുന്നത്. പിന്നെ ഒരു DC ഫാൻ, പിന്നെ കുറച്ച് അക്രിലിക് വേസ്റ്റ്, പിന്നെ ഒരു പശ, പിന്നെ അതുപോലെ തന്നെ LED, പിന്നെ അഡാപ്റ്റർ, അങ്ങനത്തെ കുറച്ച് മെറ്റീരിയലോടെ തന്നെ നമുക്ക് എത്രയും പവർഫുൾ ആയിട്ടുള്ള, നമ്മൾ ഓൺലൈൻ വാങ്ങിക്കുന്നതിനായിട്ടും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള നമുക്ക് കൂളിംഗ് പാഡാണ് നമ്മളിവിടെ നിർമ്മിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിർമ്മിക്കാവുന്നതാണ്. വിത്ത് LED ലൈറ്റ് ഫംഗ്ഷനും കൂടിയിട്ടുള്ള ഒരു സിസ്റ്റം ആണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമുക്ക് എടുക്കേണ്ടത് അക്രിലിക് ഷീറ്റ് ആണ്. നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അക്രിലിക് ഷീറ്റ്. അതിന്റെ നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫ്ലെക്സ് ഗ്ലൂ കൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അഡാപ്റ്റർ യൂസ് ചെയ്യുന്നത് നമ്മളൊരു 48 വോൾട്ടിന്റെ ഇതിന്റെ തന്നെ പ്രിന്ററിന്റെ തന്നെ അഡാപ്റ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പവർ സപ്ലൈ യൂണിറ്റ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ അക്രിലിക് ഷീറ്റ് നമ്മൾ ഈക്വൽ ആയിട്ടുള്ള സൈഡിൽ നമ്മൾ കട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ഒട്ടിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിന്റെ പീൽ എടുത്ത് മാറ്റേണ്ടതാണ്. അപ്പൊ നമ്മൾ പശ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് തന്നെ ലെവൽ നോക്കുക, ഹൈറ്റ് നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബേസിൽ ആദ്യം പശ തേക്കും. പിന്നെ പശ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, പറ്റാണെങ്കിൽ ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പശ തേക്കും. കയ്യിലൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ലെവലും കാര്യങ്ങളൊക്കെ വെക്കുക, എന്നിട്ട് പശ തേക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിന് നമ്മൾ സപ്പോർട്ടീവ് ആയിട്ട് നമ്മളൊരു സൈഡും കൂടി നമ്മൾ ഒട്ടിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഒട്ടിക്കേണ്ട കാര്യത്തിലേക്ക് പോകാം. അപ്പൊ നമ്മൾ സൈഡിലും കാര്യങ്ങളൊക്കെ നമ്മൾ സപ്പോർട്ടീവ് ആയിട്ട് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഒരു 2 ഇഞ്ചിന്റെ പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഞാൻ ഇപ്പൊ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. സിമ്പിൾ ആയിട്ട് തന്നെ നമ്മൾ ഒട്ടിച്ച കാര്യങ്ങളും കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യേണ്ടത് ആവശ്യം എന്ന് വെച്ചാൽ ബെൻഡ് ചെയ്യേണ്ടതാണ് നമുക്ക് മെയിൻ ആയിട്ട് ആവശ്യം വരുന്നത്. ബെൻഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് വേണം ബെൻഡ് ചെയ്യാൻ. ഹീറ്റ് ഗൺ യൂസ് ചെയ്തിട്ട് വേണം ബെൻഡ് ചെയ്യാൻ. സ്ലോലി നമ്മൾ ഹീറ്റ് ഗൺ യൂസ് ചെയ്തിട്ട് നമ്മൾ ഹീറ്റ് അടിച്ചുകൊണ്ട് തന്നെ നമുക്കത് ബെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഹീറ്റ് ഗൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്ലോലി ബെൻഡ് ചെയ്ത് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ തന്നെ ഹീറ്റ് ഗൺ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ചൂടാക്കിയിട്ട് ഒരു ഹെയർ ഡ്രയർ കൊണ്ടോ അങ്ങനെ വേറെ എന്തുകൊണ്ടോ നമുക്ക് യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഹീറ്റ് ഗൺ യൂസ് ചെയ്ത് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഇതും കൂടി യൂസ് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ സൈഡും നമ്മൾ ഇതുപോലെ തന്നെ ഒട്ടിച്ച് കൊണ്ടുവരേണ്ടതാണ്. നമുക്ക് ഈക്വൽ ആയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് ചെയ്യണം. അതുപോലെ തന്നെ ബെൻഡ് ചെയ്യേണ്ട സ്ഥലത്ത് നമുക്ക് ഹീറ്റ് ഗൺ യൂസ് ചെയ്തിട്ട് ബെൻഡ് ചെയ്യാവുന്നതാണ്. നമ്മളിത് ഒട്ടിച്ച് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ആണോ, ലെവലിൽ ഇരിക്കുന്നുണ്ടോ നമ്മൾ എന്തായാലും നോക്കണം. അത് കഴിഞ്ഞാൽ ഒട്ടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിന്റെ ഹൈറ്റും റേസും ഒക്കെ കറക്റ്റ് ആക്കി തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. ബാക്ക് സ്പേസും കാര്യങ്ങളെല്ലാം. അതുപോലെ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കഴിഞ്ഞാൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള എല്ലായിടത്തും ഒട്ടിക്കും. കാരണം നമ്മൾ സപ്പോർട്ടീവ് ആയിട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലാപ്ടോപ്പ് ഇത്രയും കുറച്ച് വെയിറ്റ് ഉള്ളതിരിക്കുന്ന കാരണം തന്നെ നമുക്ക് പെട്ടെന്ന് അതിന്റെ ലോഡ് വന്ന് കൂടിയിട്ട് വീഴാതിരിക്കാനും അല്ലെങ്കിൽ ബേസ് തള്ളി പോകാതിരിക്കാനായിട്ട് നമ്മൾ ഒട്ടിക്കുന്നത്. പക്ഷെ നമ്മളിതിപ്പോൾ ഒട്ടിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ലൈറ്റ് ഒക്കെ നമ്മൾ പാസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ഷെയ്ഡും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ എന്നാലും നമ്മുടെ ലാപ്ടോപ്പിന് സേഫ് കാരണമാണ് നമ്മൾ ഒന്നുകൂടി സപ്പോർട്ടീവായിട്ട് നമ്മൾ ഒട്ടിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒട്ടിച്ച് കഴിഞ്ഞത് തന്നെ നമ്മൾ സൈഡിലുള്ള ഇതിന്റെ പ്രൊട്ടക്റ്റീവ് ഫിലിം നമുക്ക് എടുത്ത് കളയാവുന്നതാണ്. നമുക്ക് ഇനി ഓൾമോസ്റ്റ് എല്ലാ സൈഡും ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി ഗ്രൈൻഡിങ്ങും കാര്യങ്ങളും ഉണ്ട്. അതിനായിട്ട് മുമ്പ് തന്നെ നമുക്ക് ഇതിന്റെ ബേസ് വെക്കണം. ബേസ് നമ്മളിൽ എടുക്കുന്നത് തന്നെ അക്രിലിക് ഷീറ്റോ അല്ലെങ്കിൽ മൾട്ടിവുഡിന്റെ ഷീറ്റ് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ ഷേപ്പും സൈഡും എടുക്കുന്നതിനായിട്ട് മുമ്പ് തന്നെ നമ്മൾ ഇതിന്റെ ആദ്യം തന്നെ ഒട്ടിക്കാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. കാരണം ഷീറ്റ് കുറച്ച് ലോങ് ആണ്. അപ്പൊ അത് കാരണം നമ്മളിത് ഏറ്റവും എഡ്ജ് എടുത്തിട്ട് വേസ്റ്റ് ആവാത്ത രീതിയിൽ തന്നെ ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഗ്ലൂ എടുത്തിട്ട് എല്ലാ സൈഡും ക്ലിയർ ആയി ഒട്ടി കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. നമ്മൾ എപ്പോഴും ഗ്ലൂ ചെയ്യുമ്പോൾ നമ്മൾ ബേസിൽ വെച്ചിട്ട് വേണം നല്ല രീതിയിൽ പ്രസ് ചെയ്ത് എയർ സ്പേസ് അല്ലെങ്കിൽ എയർ ഗ്യാപ്പ് ഒക്കെ പോകാനും തീരെ ഗ്യാപ്പില്ലാത്ത പോലെ മാക്സിമം ഒട്ടിച്ചെടുക്കാൻ നമ്മൾ ട്രൈ ചെയ്യുക. അപ്പോൾ തന്നെയാണ് നമുക്ക് മാക്സിമം എഫിഷ്യൻസി ആയിട്ട് നമ്മൾ എയർ സക്കിങ്ങും എയർ പുൾ ചെയ്യാനും കൂടുതൽ സാധിക്കുള്ളൂ. നമ്മൾ ഓൾമോസ്റ്റ് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ബേസ് അക്രിലിക് അല്ലെങ്കിൽ മൾട്ടിവുഡിൽ നിന്നും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എക്സ്ട്രാ ഇട്ടിട്ട് നമുക്ക് കട്ട് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ തുമ്പ് പോവാതിരിക്കാനും കുറച്ച് എക്സ്ട്രാ കട്ട് ചെയ്യാനും പിന്നെ അക്രിലിക്കിന് സ്ക്രാച്ചസ് വരാതിരിക്കാനും നമുക്ക് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ആംഗിൾ ഗ്രൈൻഡർ എടുത്തിട്ട് അതിൻ്റെ എഡ്ജസ് ഒക്കെ കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് നല്ല ക്ലിയർ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് രീതിയിൽ അക്രിലിക്കിന് സ്ക്രാച്ചസ് ആവാത്ത രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ എടുക്കുന്നത് എൻ്റെ ഫാനാണ് നമ്മൾ എടുക്കുന്നത്. ഫാൻ എന്നുള്ള DC ഫാനാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഓൺലൈനിൽ ഉണ്ടാവും, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രോണിക് ഷോപ്പിൽ പോയി കിട്ടാവുന്നതാണ്. ഇത് നല്ല പവർഫുൾ ആയിട്ടുള്ള ഫാനാണ്, നല്ല രീതിയിലുള്ള എയർ ഫ്ലോ കിട്ടുന്ന ഫാനാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് ഒരെണ്ണം വെക്കുന്നത്. കാരണം ഇത് വെച്ചാൽ തന്നെ നമുക്ക് ലാപ്ടോപ്പിനുള്ള എല്ലാ രീതിയിലും കാര്യങ്ങളും പവർ നമുക്ക് ഇതിൽ കിട്ടും. നമ്മളതുപോലെ തന്നെ അതിൻ്റെ അളവും കാര്യങ്ങളും വെച്ചിട്ട് ഇതിനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് സ്ലോയിൽ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തെടുക്കാം.
കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ മാക്സിമം ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ചധികം എവിടെയെങ്കിലും സ്പേസ് വന്നാൽ തന്നെ നമുക്ക് അക്രിലിക്കിന്റെ അല്ലെങ്കിൽ മൾട്ടിവുഡ് കൊണ്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അത് കറക്റ്റായിട്ട് സക്ഷൻ വരണമെങ്കിൽ കറക്റ്റായിട്ട് ഫ്ലോ കറക്റ്റായിട്ട് കിട്ടണം. അത് കാരണം കട്ടിങ് എപ്പോഴും കറക്റ്റായിരിക്കണം. പിന്നെ നമ്മൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ പശ അവിടെ ഇവിടെ പോകാതിരിക്കും. കുറച്ച് മാത്രം ഒട്ടിച്ചാൽ മതി ഫിക്സ് ചെയ്യാനായിട്ട്. പിന്നെ തിരിച്ചു വെച്ചിട്ട് നമുക്ക് പശ ഇടാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ഒട്ടിച്ചും കാര്യങ്ങളും കഴിഞ്ഞ് നമുക്ക് ഇനി വരുന്നത് ഇതിന്റെ LED ആണ് വെക്കേണ്ടത്. അപ്പൊ LED നമ്മൾ വെക്കുന്നതിന്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സ്പേസ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ലൈറ്റ് കാര്യങ്ങൾ കുറച്ചുകൂടി അടുത്ത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ LED ഒട്ടിക്കുമ്പോൾ ഒരു മിനിമം അക്രിലിക് ഷീറ്റിന്റെ സ്പേസിൽ നിന്ന് ഒരു 3 ഇഞ്ചോളം ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മുടെ LED ഒട്ടിക്കാനായിട്ട്. അപ്പൊ LED നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആയിട്ട് നമ്മൾ വേണം ഒട്ടിക്കാനായിട്ട്. അപ്പൊ LED ഒട്ടിക്കുമ്പോൾ ഒരു മാക്സിമം എടുക്കാവുന്ന രീതിയിൽ LED എടുക്കുന്നത്. അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന LED മോഡ്യൂളാണ്. ഇനി യൂസ് ചെയ്യണമെങ്കിൽ LED സ്ട്രിപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ RGB സ്ട്രിപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ റെഡ് അക്രിലിക് എടുത്തുകൊണ്ട് തന്നെ റെഡ് ആയിരിക്കും കുറച്ചുകൂടി കാണാനായിട്ട് എൻഹാൻസിങ്. അതുകൊണ്ടാണ് നമ്മളിവിടെ LED മോഡ്യൂള് റെഡ് മോഡ്യൂൾ എടുക്കുന്നത്. റെഡ് മോഡ്യൂൾ LED വർക്ക് ചെയ്യുന്നത് DC 12 വോൾട്ട് ആണ്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതിനൊരു പവർ അഡാപ്റ്റർ 12 വോൾട്ടിന്റെ വെക്കുകയാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ വർക്ക്. ഇപ്പോൾ നമ്മൾ വയറിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇൻസ്റ്റലേഷൻ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയും വയറിംഗ് സെക്ഷൻ മാത്രമല്ല. നമുക്ക് ഇനി കറണ്ട് കൊടുക്കുന്നത് ഇനി പവർ സപ്ലൈ മാത്രം കൊടുക്കും. ഇനി നമുക്കൊരു എയർ സെക്ഷന് വേണ്ടിയിട്ട് കുറച്ച് സപ്പോർട്ടിങ് കുറച്ച് ഹൈറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ഒരു ഇതുപോലെ തന്നെ മൾട്ടിവുഡിന്റെ ഷീറ്റ് എടുത്തിട്ട് ഒരു 2 നമ്മൾ റേസ് കൊടുക്കുന്നത് കുറച്ചുകൂടി എന്ന് വെച്ചാൽ നമ്മുടെ ലാപ്ടോപ്പിന്റെ പൊസിഷൻ എപ്പോഴും കുറച്ച് പൊങ്ങിയിരിക്കണം. ആ പൊങ്ങിയിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് ആണെങ്കിലും വിഷ്വൽ ആണെങ്കിലും കറക്റ്റ് നല്ല രീതിയിൽ കിട്ടാനാണ് കുറച്ച് പൊങ്ങിയിട്ട്. അതുപോലെ നമുക്ക് സക്ഷനും കൂടി കിട്ടാൻ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് വർക്കും കാര്യങ്ങളും കഴിഞ്ഞു. അപ്പോൾ ഇതാണെങ്കിൽ ഓൾമോസ്റ്റ് വർക്കും കാര്യം. ഇനി നമുക്ക് പവർ മാത്രം കൊടുത്താൽ മതി. നമുക്ക് അതിനായിട്ട് ഒന്നും സെറ്റ് ചെയ്യണം. പിന്നെ അതിൽ എന്തെങ്കിലും വലിയ ക്ലീനിങ്ങും കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഗ്ലാസ് ക്ലീനർ യൂസ് ചെയ്ത് ഒരു ക്ലോത്ത് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ടെസ്റ്റിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിംഗ് വരുന്നത്. നല്ല രീതിയിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു കൂളിംഗ് സിസ്റ്റം ആണ്. ഇത് നമുക്ക് ആംബിയൻ ലൈറ്റിംഗ് കൂടി വെച്ചിട്ടാണ്. പ്രത്യേകിച്ച് ഗെയിമിങ് കാര്യം കളിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്കൊരു എഫക്റ്റും കാര്യങ്ങളും നല്ലൊരു ഫീലിംഗ് കിട്ടാനാണ് ഇത്ര ലൈറ്റിംഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു 10 times പവർഫുൾ ആയിട്ടൊരു കൂളിംഗ് പാഡാണ്. കാരണം എന്ന് വെച്ചാൽ എത്രത്തോളം നമുക്ക് കൂളിംഗ് കൊടുക്കാൻ സാധിക്കുന്നു അത്രത്തോളം ലാപ്ടോപ്പിന് ലൈഫ് കൂടുതൽ കിട്ടുകയും ചെയ്യും. നമുക്ക് കംപ്ലൈൻസും കാര്യങ്ങളും വരില്ല. അതാണ് നമുക്ക്. ഇപ്പം ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫാൻ എത്രത്തോളം കൂളിംഗ് ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം പവർഫുൾ ആണെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പേപ്പർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഒരു എടുത്തിട്ട് നമുക്ക് ഫ്രണ്ടിൽ വെച്ച് കൊടുക്കണം. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കൂളിംഗ് ആണ് ശരിക്കും ആഡിയിൽ നിന്ന് തള്ളുന്നത്. അപ്പോൾ സപ്പോർട്ടിങ് കിട്ടും. കൂടുതൽ നമ്മുടെ സിസ്റ്റം ലോങ് ലൈഫ് കിട്ടാനാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എഡിറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത് high-end ലാപ്ടോപ്പിനൊക്കെ ഇത് വളരെ നല്ലതാണ്. സാധാരണ ലാപ്ടോപ്പ് ആണെങ്കിലും വളരെ നല്ലതാണ്. കാരണം അത്രയും കൂളിംഗ് കൊടുക്കുന്നു. അത്രയും ലാപ്ടോപ്പിൽ ലൈഫ് കിട്ടാനാണ് നമ്മളിപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.